Hello dear students. So now we will move on to section 5.6 Graphing in Polar Coordinates. നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലാണ് ഒരു ഫംഗ്ഷൻ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക അതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. So graph in polar coordinates of a function consists of all those points in the plane whose polar coordinates are theta satisfy the relation. അപ്പം ഏതൊക്കെ പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു ദ റിലേഷൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, ആ പോയിന്റ്സ് എല്ലാം നമ്മുടെ ആർ തീറ്റ എന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമ്മുടെ ഗ്രാഫിൽ വരും. സോ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. സോ തീറ്റ ആംഗിൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിൽ ആർ മാർക്ക് ചെയ്യും. അപ്പൊ അങ്ങനത്തെ എല്ലാ പോയിന്റ്സും നമ്മുടെ ഗ്രാഫിൽ വരും. ഓക്കെ, സോ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഗ്രാഫ്സ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. Because നമുക്കറിയാം the entire graph trigonometric function theta usually varies from 0 to 2 pi. Now നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ആ ഗ്രാഫിന്റെ നമ്മൾ പൊതുവെ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതിന്റെ അപ്പുറം സപ്പോസ് നമുക്കറിയാം ദ ഗ്രാഫ് ഇസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, അങ്ങനെയൊക്കെ എക്സ്ട്രാ ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫിഗർ പ്ലോട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമെട്രി നോക്കുന്നത്. സിമെട്രി എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ നേച്ചറാണ് രണ്ട് സൈഡും വരിക. ഓക്കെ, ഇപ്പൊ അബൌട്ട് എക്സ് ആക്സിസ് സിമെട്രിക് ആവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇഫ് തീറ്റ ഈസ് ചേഞ്ച് ടു മൈനസ് തീറ്റ, ദ equation is same, that is f of theta is same as f of minus theta when we replace theta by minus theta. So f of theta എന്താണ്? നമ്മുടെ r equal to f of theta. So this f of theta remains same even if we replace theta by minus theta. ഇപ്പൊ തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ എന്ന് എഴുതിയാലും എഫ് ഓഫ് തീറ്റ തന്നെയാണ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് കർവ് വിൽ ബി സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിന് അതിനൊരു സിമെട്രി ഉണ്ടാവും. സിമെട്രി ഉള്ള കാരണം നമുക്ക് കുറച്ച് എക്സ് ആക്സിസിന്റെ അപ്പർ പാർട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ലോവർ പാർട്ടിലും എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കത് പ്ലോട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി വൈ ആക്സിസിൽ സിമെട്രി ഉണ്ടാവണമെങ്കിൽ എന്താണ്? if f of theta is same as f of pi minus theta, that is if theta is replaced by pi minus theta, തീറ്റയ്ക്ക് പകരം നമ്മൾ പൈ മൈനസ് തീറ്റ കൊടുത്തിട്ടും സെയിം എഫ് ഓഫ് തീറ്റ തന്നെ കിട്ടുകയാണെങ്കിൽ we say that graph is symmetric about y-axis. അപ്പോൾ y-axis എന്ന് പറഞ്ഞാൽ നമ്മുടെ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറഞ്ഞ ലൈനാണ് y-axis. ഓക്കെ, ഓർ y-axisൽ സിമെട്രി ഉണ്ടാവുന്നതിന് പകരം ഇങ്ങനെ നോക്കിയാൽ മതി. ഇഫ് ദ ഇക്വേഷൻ ഓഫ് ദ കർവ് റിമെയിൻസ് അൺചേഞ്ച് വിത്ത് ദ ചേഞ്ചസ് ഓഫ് സൈൻസ് ഓഫ് ആർ ആൻഡ് തീറ്റ, ആറും തീറ്റയും മാറ്റിയിട്ടും അതേ ഇക്വേഷൻ തന്നെ കിട്ടുകയാണെങ്കിലും നമുക്ക് സിമെട്രിക് അബൌട്ട് y-axis എന്ന് പറയാം. Now the curve is symmetric about the line theta equal to pi by 4. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഇതാണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. സോ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 സിമെട്രി വരണമെങ്കിൽ എന്ത് വേണം? എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ ആണെങ്കിൽ ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് ദ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4. And the curve is symmetric about the origin if the equation of the curve remains unchanged when r is changed to minus r. r-ന് പകരം മൈനസ് ആർ കൊടുത്താലും ഇക്വേഷനിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല, സെയിം ഇക്വേഷൻ ആണ് കിട്ടണത്. അല്ലെങ്കിൽ എഫ് ഓഫ് തീറ്റ is equal to f of theta plus pi എന്ന് പറഞ്ഞാൽ if theta is replaced by theta plus pi, then also the it is same as f of theta plus pi is same as f of theta, then the curve is symmetric about the origin. Originൽ സിമെട്രി ഉണ്ട്, സോ about origin അത് സിമെട്രിക് ആയിരിക്കും. സോ ഇങ്ങനത്തെ സിമെട്രി നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമെട്രി ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, so now we will see one problem. Graph the cardioid r equal to 1 minus cos theta. r equal to 1 minus cos theta എന്നുള്ളത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാന്ന് നമ്മൾ നോക്കും. ഇതിന്റെ ഗ്രാഫിന് നമ്മൾ പൊതുവെ കാർഡിയോയിഡ് എന്നാണ് വിളിക്കുക. കാർഡിയോയിഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഷേപ്ഡ് ആണ്. അപ്പോൾ r equal to 1 minus cos theta നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ഹാർട്ടിന്റെ ഷേപ്പ് ആയിട്ടാണ് കിട്ടുക. So we usually call it as a cardioid. Okay,
So let us consider, so here we see that f of theta is 1 minus cos theta. F of theta ഇവിടെ 1 minus cos theta ആണ്. Let us replace theta by minus theta. So f of minus theta is cos of minus theta. So we know that cos of minus theta is cos theta itself because cos is an even function. So here we will get f of minus theta is 1 minus cos theta itself. So f of theta is f of minus theta. So this implies that the curve is symmetric about x-axis. അപ്പോൾ curve വരയ്ക്കുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് അതിനെക്കുറിച്ചൊരു നേച്ചർ എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടി. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസിൽ സിമെട്രി ഉണ്ട്. ഓക്കെ, എക്സ് ആക്സിസിൽ സിമെട്രി എന്ന് പറഞ്ഞാൽ എബവ് ആൻഡ് ബിലോ എക്സ് ആക്സിസ് സെയിം നേച്ചർ ആണ് ഉണ്ടാവുക. എക്സ് ആക്സിസിന്റെ എബവ് എങ്ങനെയാണോ ഗ്രാഫ് കിടക്കണേ അതേപോലെയാണ് എക്സ് ആക്സിസിന്റെ ബിലോ കിടക്കുക. ഇനി പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് എടുക്കുകയാണ്. തീറ്റ 0 കൊടുക്കുകയാണ്. സോ എബൌട്ട് എക്സ് ആക്സിസ് സിമെട്രി ഉള്ള കാരണം എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. സോ ഇവിടെ തീറ്റ ഈക്വൽ ടു 0ഉം ഇവിടെ തീറ്റ ഈക്വൽ ടു പൈ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എക്സ് ആക്സിസ് സിമെട്രി ഉണ്ട്. അപ്പൊ നമുക്ക് 0 to പൈ വരെയുള്ള നേച്ചർ നോക്കിയാൽ മതി. കാരണം പൈ ടു 2π അതേ നേച്ചർ ആയിരിക്കും. അപ്പൊ ഇവിടെ വരെയുള്ള പോയിന്റ്സ് പ്ലോട്ട് ചെയ്താൽ മതി. ഇവിടെ എന്താണോ ഗ്രാഫ് വരുന്നത് അതേപോലെ തന്നെയാണ് എക്സ് ആക്സിസിന്റെ താഴെയും വരിക. ഓക്കെ, അപ്പൊ നമ്മൾ 0 to പൈയിലെ കുറച്ച് പോയിന്റ്സ് എടുക്കണം. തീറ്റയ്ക്ക് 0, തീറ്റ π/3, π/2, 2π/3, പൈ എന്നെടുത്തു. ഇപ്പൊ തീറ്റ 0 ആകുമ്പോ എന്താ cos 0 1 ആണ്. സോ r takes the value 1 minus 1, so it becomes 0. അപ്പൊ നമുക്ക് r-ന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. Now next value തീറ്റയ്ക്ക് നമ്മൾ π/3 എന്ന് കൊടുക്കും. So next cos π/3 എന്നുള്ള വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. And 1 minus cos π/3, so you will get it as 1/2. Then π/2, cos π/2 നമുക്കറിയാം 0 ആണ്. So we will get the value as 1. Then cos 2π/3, cos 2π/3 നമുക്ക് ഓർമ്മയില്ലെങ്കിൽ we can find it like this. Cos 2π/3 ഓർമ്മയുണ്ടാവണം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതിന് എനിക്ക് എന്ത് എഴുതാം? പൈ മൈനസ് π/3 എന്ന് എഴുതാം. 3π minus π, so it is 2π/3 ആണിത്. പൈ മൈനസ് π/3, അപ്പൊ നമുക്കറിയാം പൈ മൈനസ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കലാണ് പോസിറ്റീവ്, കോസ് നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഇസ് മൈനസ് കോസ് π/3. സോ ദിസ് ഇസ് minus 1/2. Okay, so cos 2π/3 എന്ന് പറയുന്നത് minus 1/2 ആണ്. So 1 minus of minus 1/2, so 1 plus 1/2, we will get it as 3/2. Then pi, cos pi is minus 1, so 1 minus of minus 1, 1 plus 1, 2. എന്നുള്ള വാല്യൂ കിട്ടും. So we got points and their images. ഇനി നമുക്കത് പ്ലോട്ട് ചെയ്യാം. From the values നമ്മൾ നോക്കുകയാണെങ്കിൽ തീറ്റ ആദ്യം 0 ആയി, പിന്നെ π/3, π/2, 2π/3, പൈ. അപ്പൊ 0 തൊട്ട് പൈ വരെ തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ആർ ഫംഗ്ഷൻ എന്താ ഉണ്ടാവണേ? എഫ് ഓഫ് തീറ്റയ്ക്ക് എന്താ ഉണ്ടാവണേ? ദാറ്റ് ഓൾസോ ഇൻക്രീസസ് ഫ്രം 0 to 2. So as theta increases from 0 to pi, r equal to 1 minus cos theta also increases from 0 to 2. നമ്മൾ ഇവിടുന്ന് നോട്ട് ചെയ്തു. Now ഈ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഫിഗർ പ്ലോട്ട് ചെയ്യാണ്. സോ ആംഗിൾ നമുക്കറിയാം ഇതൊക്കെയാണ് വേണ്ടത്. 0 എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 0 ഇതാണ്. ദെൻ തീറ്റ ഈക്വൽ ടു π/3, ഇവിടെ നമ്മൾ ലൈൻ മാർക്ക് ചെയ്യുക. തീറ്റ ഈക്വൽ ടു π/3, ദെൻ തീറ്റ ഈക്വൽ ടു π/2, തീറ്റ ഈക്വൽ ടു 2π/3, ആൻഡ് തീറ്റ ഈക്വൽ ടു 2π. ഇവിടെയാണ് പൈ. സോ പോയിന്റ്സ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്. സോ ദിസ് പോയിന്റ് ഇസ് 2, പൈ. ഈ ലൈൻ π/3 π/3 ഹാഫ് ആണ്. സോ ദിസ് ഇസ് ഹാഫ്, π/3. ദെൻ ഇവിടെ
pi by 2 ന്റെ വാല്യൂ 1 ആണ്. So we have the point 1, pi by 2. Then 2 pi by 3 ലെ വാല്യൂ 3 by 2 ആണ്. So this is that value. Black കൊണ്ട് തന്നെ കാണിക്കാം. So ഇവിടെയാണ് ആ വാല്യൂ വരുന്നത്. So 3 by 2, 2 pi by 3. So we have marked all these points. Zero is 0 ആണ്. So this is 0. So 5 points നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും അപ്പർ പാർട്ട് മാത്രമേ കിട്ടുള്ളൂ. 0 to 2 pi നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ we will get only a figure like this. Only in the upper part ഇങ്ങനെ കിട്ടും. Okay. പക്ഷെ നമുക്കറിയാം it is symmetric about x-axis. x-axisന്റെ മുകളിൽ എന്താണോ അതേ ബിഹേവിയർ താഴെയും വരും. അപ്പൊ ഇതേപോലെ നമ്മളിവിടെ വരച്ചത് കംപ്ലീറ്റ് ചെയ്യുന്നു. So you can see that this is a heart-shaped curve. So that's why this is called a cardioid. Cardioid എന്നാണ് ഇതിന്റെ പേര്. So and the equation is r equal to 1 minus cos theta. So this is the figure. It's the shape of a heart and it is called a cardioid. Now we will see another plot. Plot the graph of r equal to cos 2 theta. So here again f of theta എന്ന് പറയുന്നത് cos 2 theta. f of minus theta is again cos 2 theta because cos ഒരു even function ആണ്. So we will get f of theta is minus f of theta. F of theta is same as f of minus theta. So again the curve is symmetric about x-axis. X-axis symmetry ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടിയും കിട്ടുന്നുണ്ട്. We are checking what is f of pi minus theta. f of pi minus theta എന്ന് പറയുന്നത് cos 2 of pi minus theta. So cos 2 pi minus cos 2 theta. So this is of the form cos A minus cos B. So it is cos A cos B plus sin A sin B. Sin 2 pi is 0. So this term is 0. So second term vanishes. Cos 2 pi is 1. So we get this as cos 2 theta. So we got f of pi minus theta is f of theta, which implies that curve is symmetric about y-axis. ഈ curve y-axis symmetric ആണ്. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത് 0 to 2 pi ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ. പക്ഷെ നമുക്ക് about x-axis symmetry ഉള്ള കാരണം നമുക്ക് 0 to pi ചെയ്താൽ മതി. പക്ഷെ again നമുക്ക് y-axisലും സിമെട്രി കിട്ടി. y-axisലും സിമെട്രി ആണെന്ന് പറഞ്ഞാൽ y-axisന്റെ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ആയിരിക്കും ഗ്രാഫ്. അപ്പൊ നമുക്ക് അവിടുന്ന് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ നമുക്ക് 0 to pi by 2 വരെയുള്ള പോയിന്റ്സ് മാത്രം എടുത്താൽ മതി. ബാക്കി അതേ നേച്ചർ ആയിരിക്കും. y-axisൽ സിമെട്രി ഉണ്ട്, x-axisൽ സിമെട്രി ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇത് രണ്ടും കിട്ടിയ കാരണം കുറച്ച് പോയിന്റ്സ് എടുക്കണു, അവിടെ പ്ലോട്ട് ചെയ്യണം. സോ തീറ്റയ്ക്ക് കുറച്ച് വാല്യൂസ് കൊടുക്കുക. 0, pi by 6, pi by 4, pi by 3, pi by 2. r is cos 2 theta. Theta 0 ആകുമ്പോൾ cos 0, 1 എന്നുള്ള വാല്യൂ കിട്ടും. Theta pi by 6, so it is cos pi by 3, so it is 1 by 2. Theta pi by 4, so it is cos pi by 2, 0. Theta pi by 3, so it is cos 2 pi by 3, so it is minus half. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു എങ്ങനെയാ മൈനസ് ഹാഫ് വരുന്നത്. Then theta pi by 2, so it is cos pi, so it is minus 1. നമുക്ക് ഇവിടെ കുറച്ച് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. So we see that as theta increases from 0 to pi by 4, r equal to cos 2 theta decreases from 1 to 0. 1 to 0 അത് കുറയാണ്, ചില വാല്യൂസ് കുറയാണ്. പിന്നെ തീറ്റ ഫർദർ ഇൻക്രീസസ് pi by 4 pi by 2 വരെ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ വാല്യൂസ് ഫർദർ ഡിക്രീസസ്. cos 2 theta further decreases, നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആവും ആൻഡ് ഇറ്റ് ഡിക്രീസസ് ഫ്രം 0 to -1 വരെ പോകുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ പോയിന്റ്സ് എന്ന് മനസ്സിലായത്. ഇനി നമ്മൾ ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. സോ 0 to pi by 2 മാത്രമേ നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ബൈ സിമെട്രി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം പ്ലോട്ട് ചെയ്യണം. സോ 0 to pi by 2 നമ്മൾ ഇവിടുത്തെ പോയിന്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട്.
then pi by 6 നമുക്ക് വാല്യൂ ഹാഫ് ഉണ്ട്. സോ ദിസ് ഇസ് 1/2 pi by 6 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇവിടെ 1 0 ഉണ്ട്. ദെൻ 0 തീറ്റ 0 ആകുമ്പോൾ 1 ആണ്, ദാറ്റ് ഈസ് 1 0 ഹിയർ. ദെൻ pi by 4 0 ആണ്. സോ pi by 4 എന്ന് പറഞ്ഞ ഈ ലൈനിൽ ഇത് 0 ആയിട്ടാണ് വരുന്നത്. പിന്നെ pi by 3 മൈനസ് ഹാഫ്. സോ pi by 3 ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താണിത്. സോ ഇവിടെ ഈ വാല്യൂ മൈനസ് ഹാഫ്, pi by 3 മൈനസ് ഹാഫ്. ദെൻ pi by 2 അഗെയിൻ മൈനസ് 1. സോ ഇതാണ് pi by 2 മൈനസ് 1. സോ ഇതാണ് നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലൂ കർവ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ 0 to pi by 2 മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. 0 to pi by 2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടി. സോ ഇത് ഇങ്ങനെയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് എ curve like this, 0 to pi by 2. ഇനി നമുക്കറിയാം curve is symmetric about x and y axis. സോ നമുക്ക് ഇതിനെ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാം. ഫ്രം 0 to 2 pi നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓൾസോ വി വിൽ സീ വാട്ട് ഈസ് എഫ് ഓഫ് തീറ്റ പ്ലസ് pi by 2 എന്താ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു pi by 2 റൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് ഫിഗർ മാറുക. സോ എഫ് ഓഫ് തീറ്റ പ്ലസ് pi by 2 നമ്മൾ ഇതേപോലെ cos 2 pi പ്ലസ് 5 എന്ന് കിട്ടും. cos a പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മൈനസ് cos 2 തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഇസ് മൈനസ് എഫ് ഓഫ് തീറ്റ. അപ്പം എന്താണ് 90 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ, മൈനസ് എഫ് ഓഫ് തീറ്റയാണ്. എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സ് ത്രൂ ദ ഒറിജിൻ ആണ്. ത്രൂ ഒറിജിൻ നമ്മൾ അതിന്റെ റിഫ്ലക്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ആറിന് പകരം മൈനസ് ആർ ആവും. സോ റിഫ്ലക്ഷൻ ത്രൂ ഒറിജിൻ ആണ്. ഇപ്പൊ നമ്മൾ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ പോർഷൻ എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. നമ്മൾ 0 to pi by 2 പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പോർഷൻ ഇതാണ്. ഈ ഒരു റെഡ് ഗ്രാഫ് ഇത് മാത്രമേ നമുക്ക് ആദ്യം കിട്ടിയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ നമുക്കറിയാം റിഫ്ലക്റ്റിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇതിന് ഒരേ നേച്ചറാണ്. ഓക്കെ, ഇതിന് സിമെട്രി ആണ് about the x axis and y axis. അപ്പോൾ ഇവിടെ എന്ത് നേച്ചർ ഉണ്ടാവും, y ആക്സിസിൽ സിമെട്രി ഉള്ള കാരണം ഈ പോർഷൻ ബാക്കിയുള്ള പോർഷനും നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് ആക്സിസിൽ സിമെട്രി ഉള്ള കാരണം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, pi by 2 ഇതും ഇങ്ങനെ സിമെട്രി ഉള്ള കാരണം ഇങ്ങനെ കിട്ടും. ഇനി pi by 2 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഓഫ് എഫ് ഓഫ് തീറ്റയാണ്. അപ്പൊ നെഗറ്റീവ് സൈഡിലും ഇതേപോലെ കർവ് കിട്ടും. ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആയ കാരണം താഴെയും ഉണ്ടാവും. അതേപോലെ ഇവിടെയും ഇങ്ങനെയും സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആയ കാരണം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റിഫ്ലക്ഷനും ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ഫുൾ ഗ്രാഫ് കിട്ടുന്നത്. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു കർവ്, പിന്നെ ഇങ്ങനെ ഒരു കർവ്, ഇങ്ങനെ 4 കർവ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് എന്താണ്, ഇങ്ങനെ 4 കർവ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു 4 പെറ്റൽസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ 4 പെറ്റൽഡ് റോസ് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് എ 4 പെറ്റൽഡ് റോസ്. സോ r equal to cos 2 തീറ്റ എന്ന് പറയുന്നത് ഒരു 4 പെറ്റൽഡ് റോസ് ആയിട്ടാണ് കിട്ടിയത്. ഇനി r equal to cos 3 തീറ്റയാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇത് cos 2 തീറ്റ ചെയ്ത പോലെ തന്നെയാണ് വരിക. ഇപ്പൊ ഇവിടെ ഗ്രാഫ് എങ്ങനെയാ ഉണ്ടാവുക നമ്മൾ നോക്കാം. സോ r equal to cos 3 തീറ്റ, again f of minus theta is equal to f of theta. So the graph is symmetric in the x-axis. ഇനി ഇവിടെ നമ്മുടെ pi by 2 അല്ല, ഇവിടെ cos 3 തീറ്റ, cos 2 തീറ്റയുള്ള ഇപ്പൊ നമ്മൾ തീറ്റ പ്ലസ് pi by 2 ചെയ്ത് നോക്കി. അതേപോലെ ഇവിടെ cos 3 തീറ്റ ആയ കാരണം തീറ്റ പ്ലസ് pi by 3 ചെയ്ത് നോക്കുക. ഇപ്പൊ cos of a plus b, again cos a cos b minus sin a sin b, sin pi 0 ആണ്. അപ്പൊ സെക്കൻഡ് ടേം 0 ആയിട്ട് പോകും. cos pi minus 1, so minus cos 3 തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് f of തീറ്റ. അപ്പൊ നമുക്ക് കിട്ടി f of
theta plus pi by 3 is minus f of theta. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഇവിടെ അഗെയിൻ പൈ ബൈ 3 വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേ ബിഹേവിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കിട്ടും. ഇനി നമ്മളിവിടെ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. തീറ്റയ്ക്ക് 0 കൊടുത്തു, സോ കോസ് 0 1, തീറ്റ പൈ ബൈ 6, സോ കോസ് പൈ ബൈ 2 0, പൈ ബൈ 3, സോ കോസ് പൈ മൈനസ് 1. 3 പോയിന്റ്സ് നമുക്ക് കിട്ടി. So when theta increases from 0 to pi by 3, we see that r decreases, r values കുറയാണ്, it decreases from 1 to minus 1. ഇതിന്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ സോ ഇങ്ങനെ വരും. പൈ ബൈ 6 അതിന്റെ വാല്യൂ 0 ആണ്. സോ ദിസ് പോയിന്റ് ഇസ് 0 പൈ ബൈ 6. പിന്നെ തീറ്റ 0-ല് അതിന്റെ വാല്യൂ 1 ആണ്. 0-ല് വാല്യൂ 1 ആണ്. സോ വി ഹാവ് തീറ്റ 0 ഹിയർ. സോ r is 1. So this is 1 0. സോ അതേപോലെ തീറ്റ പൈ ബൈ 3-ലാവുമ്പോൾ അതിന്റെ വാല്യൂ മൈനസ് 1 ആണ്. സോ this is pi by 3-ല് minus 1. എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. സോ r is minus 1 pi by 3, this point. അപ്പം നമ്മളിവിടെ 3 പോയിന്റ്സ് ആണ് പ്ലോട്ട് ചെയ്തത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി അഗെയിൻ നമ്മൾ cos 2 തീറ്റയിൽ ചെയ്ത പോലെ തന്നെ ഇതിലും cos 3 തീറ്റയിൽ നമ്മൾ ചെയ്യുന്നു. എബൌട്ട് എക്സ് ആക്സിസ് സിമെട്രി ഉണ്ട്. പിന്നെ പൈ ബൈ 3 വെച്ച് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ നേച്ചറാണ് കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ്, ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രാഫാണ് ഇവിടെ കിട്ടിയത്. സോ വി ഗോട്ട് ദിസ് ഗ്രാഫ്. നമുക്ക് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസിന് സിമെട്രി ഉണ്ട്. സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. And if we rotate it by pi by 3, നമുക്ക് അതേ നേച്ചർ കിട്ടും. പൈ ബൈ 3 വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ നേച്ചറാണ് കിട്ടുക. സോ അഗെയിൻ വി വിൽ ഗെറ്റ് എ ഗ്രാഫ് ഓഫ് ദിസ് ഫോം. അതേപോലെ ഇങ്ങനെ ഒരു കേർവ് കിട്ടും. 3 കേർവ്സും ജോയിൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ 3 പെറ്റൽഡ് റോസ്. നമുക്കൊരു 3 പെറ്റൽഡ് റോസ് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ടിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, so we'll stop here. Thank you.